തിരക്കിന് ഒരു കുറവില്ല. അതാ നോക്കൂ, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാം. ആളുകളെല്ലാം ഇപ്പൊ കണിമംഗലം പൂരം എത്തിയോടുകൂടിയല്ലേ പത്തോട്ട് ആളുകളെല്ലാം ഇങ്ങോട്ട് എത്തി തുടങ്ങി. നമ്മൾ വന്നപ്പോൾ നമശിവായ എന്ന ബോർഡിന് കീഴെ ആളുകൾ വിരലിൽ എണ്ണാവുന്നതാണെങ്കിൽ ഇനി ഒരു വിരൽ കൊണ്ടും എണ്ണാൻ കഴിയാത്തത്ര വലിയൊരു ജനസഞ്ചയത്തെ സ്വീകരിക്കാൻ വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനം തയ്യാറെടുത്ത് കഴിഞ്ഞു. ആ ആളുകളുടെ ആദ്യത്തെ തിരക്കിന്റെ ആദ്യത്തെ അലകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിനപ്പുറത്ത് വലിയൊരു ജനസഞ്ചയം ഈ പകലിൽ തൃശ്ശൂരിലൂടെ കടന്നു പോകാനിരിക്കുന്നു, തൃശ്ശൂരിനെ അനുഭവിക്കാനിരിക്കുന്നു. അതായത് എനിക്ക് ഏറ്റവും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ദേശവഴികൾ ഓരോന്നായിട്ട് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദേശം ഒന്നാകെ ഇങ്ങോട്ട് എത്തുന്ന ഒരു കാഴ്ച ആണ് നമ്മൾ കാണുന്നത്. ദേശങ്ങളൊക്കെ പാട്ടും പാടിയാണ് വരുന്നത് അല്ലേ ഡോക്ടർ? ഡോക്ടർ ചുമതല ആരോഗ്യത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണോ? അവിടെ ഉണ്ടാവും. കോട്ടയത്ത് നിന്ന് ഒന്ന് തൃശ്ശൂർക്കാരിയായിട്ട് മാറിയതാണ് ഡോക്ടർ. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പണ്ടൊക്കെ നമ്മൾ കോട്ടയത്ത് ഇരിക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് കൾച്ചർ ആണല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്ത് ഇത്ര വലിയ കാര്യം, പൂരത്തിനൊക്കെ എന്താ ഇത്ര വലിയ കാര്യം. ഇതിലിപ്പോ എന്തുട്ട സീനല്ലേ? അപ്പൊ അത് ശരിക്കും അനുഭവിക്കാനായത്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലണ്ടർ എടുക്കുമ്പോഴേ നമ്മൾ ഈ വർഷം എങ്ങനെയാണ് പൂരം ഏത് സമയത്താണ് വരുന്നത്, അപ്പം അതിനനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ വീട്ടിലൊക്കെ എന്തെങ്കിലും കോട്ടയത്തൊക്കെ എന്തെങ്കിലും പരിപാടിയാണ് പൂരം ഒഴിച്ചിട്ട് പിടിച്ചോണം എന്ന് പറയും. അപ്പം അങ്ങനെ അത്രയ്ക്കും പൂരം നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി. അതോടൊപ്പം പൂരത്തിന് സാധാരണ ഒരു പാട്ടുണ്ടാവാറുണ്ട്. ഇത്തവണ സ്വന്തം പാട്ട് ഹിറ്റ് അടിച്ചിരിക്കുന്ന സമയം കൂടെയാണ്. അപ്പൊ അത് പാടിയാലോ ആദ്യം? ഇഷ്ടം പോലെ. ഓക്കെ, അപ്പൊ അത് പാടാം. അപ്പോ പൊന്മാനിലെ ബ്രൈഡാത്തി. കണ്ണ് കെട്ടി നിന്നെ മിന്ന് കെട്ടി, മുത്തൊന്ന് മേലേന്ന് വീണ് കിട്ടി, പത്താടെ ചേലുള്ള പെണ്ണാടെ കല്യാണം, അതെഞ്ഞ പുളമ്പിളി പാതിര കല്യാണം. ബ്രൈഡാത്തിയേ ബ്രൈഡാത്തിയേ, എന്തൊരുക്കം പെണ്ണാത്തിയേ, ബ്രൈഡാത്തിയേ ബ്രൈഡാത്തിയേ, എന്താണ് ഈ ഉള്ളൊരുക്കം മണവാട്ടിയേ. ഒരു ബ്രേക്ക് കിട്ടിയ പാട്ടാണ് ശരിക്കല്ലേ? ഇത്തവണ സന്തോഷം. പൂരത്തെ വടക്കുന്നാഥന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ വടക്കുന്നാഥനെ കൂടി ഓർക്കാം. എനിക്ക് വടക്കുന്നാഥൻ എന്ന് പറയുമ്പം എല്ലാ മലയാളികളുടെയും പൊതുവെ നമ്മുടെ ആ സിനിമയും പാട്ടും ആണല്ലോ ഓർമ്മ വരും. നമുക്ക് ആ സിനിമയിലെ 4 വരി പാടിയാലോ? ഈ പ്രദക്ഷിണ വീഥികൾ, ഇടറിവിണ്ട പാതകൾ, ഇന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു, കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം അറിയുന്നീ ഗോപുരവാതിൽ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ. പാടുവതും രാഗം നീ, തേടുവതും രാഗമായി, ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. പറന്നിറങ്ങുന്ന അമ്പലപ്പിറാവുകളെ പോലെ വടക്കുന്നാഥന്റെ മുന്നിലേക്ക് വലിയൊരു മഹാജന സഞ്ചയം കടന്നെത്തുന്ന ഒരു പകൽ, അസുലഭമായ പകൽ, അഭൂതപൂർവമെന്ന് എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ ഇത്തവണയും 18 ലക്ഷം പേരാണ് ശ്രീധര ഇപ്രാവശ്യം മിനിമം എത്തും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഈ പ്രദക്ഷിണ വഴികളിൽ ഒരിക്കലും ഒരാളും ഇടറി നിൽക്കാത്ത വിധം അത്ര വലിയ ആൾക്കൂട്ടം ഈ തൃശ്ശൂർ പേരൂരിലേക്ക്. ഇവിടെ 3 ശിവനുണ്ട്, അതുകൊണ്ടാണ് തൃശ്ശൂരിന് പേര് വന്നത്. പക്ഷെ ഇപ്പൊ വടക്കുന്നാഥനെ സാക്ഷിയായി പല അടരുകളുള്ള ഒരു പൂരത്തിന്റെ ഇതിഹാസം ഇതൾ വിരിയാൻ പോകുന്നു. ആ പൂരക്കാഴ്ചകളാണ്, അത് കാണാനാണ് ഈ വലിയ ആളുകൾ, അതിന്റെ ആദ്യത്തെ അലകൾ വന്ന് എത്തിയിട്ടുള്ളത്. ഒരു